You cannot change your destiny, but you can change your habits, and that habits can change your destiny. നിങ്ങൾക്ക് നിങ്ങളുടെ വിധിയെ മാറ്റി എഴുതാനൊന്നും കഴിയില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങളെ മാറ്റി എഴുതാൻ കഴിയും. അങ്ങനെ അത് മാറ്റിയെടുത്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വിധി മാറും. മഹാനായ APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകളാണ് ഇത്. ഇതിനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഏത് മേഖലയിലും ഒരു വലിയ വിജയമായി മാറാൻ, ഏത് മേഖല ആയിക്കോട്ടെ, അദ്ദേഹത്തിന് വലിയ വിജയം കരസ്ഥമാക്കാൻ ചെയ്യേണ്ട അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കേണ്ട 12 പ്രധാനപ്പെട്ട ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആർക്കും യാതൊരു പരിവർത്തനവും ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ പറയുന്ന 12 കാര്യങ്ങൾ കൃത്യമായി എഴുതിയെടുക്കുകയും അതിൽ ഓരോ കാര്യങ്ങളുടെ മുകളിലും പണിയെടുക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിധിയെ മാറ്റി എഴുതാൻ ഈ വീഡിയോ സഹായിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ട അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആ ഹാബിറ്റ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുൻപ് എന്താണ് ഒരു ഹാബിറ്റ് എന്ന് വെച്ചാൽ, എന്താണോ നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിച്ചോ അതല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക പോലും ചെയ്യാതെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ഹാബിറ്റ്. അതായത് കുറെ നാള് നിങ്ങളൊരു കാര്യം ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചെയ്യാൻ എപ്പോഴാണോ പ്രാപ്തനാവുന്നത് അന്ന് മുതലാണ് അതിനെ ഹാബിറ്റ് എന്ന് വിളിക്കാൻ കഴിയുന്നത്. ഇപ്പൊ നിങ്ങൾ രാവിലെ എണീറ്റ് ഒരു ഓടാൻ പോയി, അത് ഹാബിറ്റ് അല്ല, അതൊരു ആക്ഷൻ മാത്രമാണ്. ആ ആക്ഷൻ റിപ്പീറ്റഡ് ആയി ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ആ ആക്ഷൻ എടുക്കാൻ തുടങ്ങും. അപ്പോഴാണ് അതൊരു ഹാബിറ്റായി മാറുന്നത്. നോക്കാം എന്തൊക്കെയാണ് ഒരു വൻ വിജയമായി മാറാൻ ടോപ്പ് 1% എത്താൻ ചെയ്യേണ്ട ആ ഹാബിറ്റ്സ്. നമ്പർ 1, സെറ്റ് ക്ലിയർ ഗോൾസ്. കൃത്യമായ ഗോളുകൾ നിർണ്ണയിക്കുക, കൃത്യമായ ലക്ഷ്യം നിർണ്ണയിക്കുക. കാരണം ആളുകളെ സംബന്ധിച്ച് എല്ലാ മനുഷ്യർക്കും ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. പക്ഷെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ആയിരിക്കില്ല നിങ്ങളെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്നത്, മറിച്ച് ശക്തമായ ലക്ഷ്യങ്ങളായിരിക്കും. അപ്പൊ എന്താണ് ആഗ്രഹവും ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം? ആഗ്രഹം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും തോന്നാവുന്ന ഒരു വൈകാരികമായ ഭാവമാണ്. എനിക്കത് വേണം, എനിക്കിത് വേണം എന്നുള്ള ആഗ്രഹം. എന്നാൽ ലക്ഷ്യം എന്നത് ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ തന്നെ കൊണ്ട് എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിൽ ഓരോന്നോരോന്ന് കൃത്യതയോടുകൂടി ചെയ്യുമ്പോഴാണ് അതൊരു ലക്ഷ്യമായി മാറുന്നത്. നിങ്ങൾക്ക് കൃത്യമായ ഒരു ലക്ഷ്യം നിർണ്ണയിക്കാൻ സഹായിക്കുന്ന 2025 വലിയ ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ച് അവയെല്ലാം പ്രാപ്തമാകുന്ന രീതിയിൽ നിങ്ങളെ എക്വിപ്പ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നവീൻ ഇൻസ്പയർസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വർക്ക്ഷോപ്പ് തീർച്ചയായിട്ടും 5 ദിവസം കൊണ്ട് നിങ്ങൾക്കുള്ള ആഗ്രഹത്തെ കൃത്യമായ ലക്ഷ്യമാക്കി മാറ്റാനും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാക്കാനും അതൊക്കെ ചെയ്ത് നിങ്ങൾ ലക്ഷ്യം നേടിയെടുക്കാനും സഹായിക്കുന്ന ഒന്നാണ്. സോ സെറ്റ് ക്ലിയർ ഗോൾസ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത്. 2, പ്രയോറിറ്റൈസ് ടാസ്ക്സ്. നമുക്ക് എല്ലാവർക്കും ധാരാളം കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യാനുണ്ട് അല്ലെ? നിങ്ങൾക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുള്ളപ്പോ നമ്മൾ ഏത് കാര്യമാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഫുൾ ടൈം ബിസി ആയി, ഫുൾ ടൈം എൻഗേജ്ഡ് ആയി നടന്നിട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കൾക്ക് ഒരിക്കലും ഒരു വിജയമായി മാറാൻ കഴിയില്ല. മറിച്ച് താങ്കൾ ചെയ്യുന്ന 100 കാര്യങ്ങളിൽ 1, 2, 3, 4 ലിസ്റ്റ് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ ദിവസം ചെയ്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടാസ്കുകളെ 1ാം നമ്പർ കൊടുത്തും അതിനുശേഷം 2ാം നമ്പർ കൊടുത്തും ഇതിൽ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുക. ഇത് നിങ്ങൾ പോലും അറിയാതെ ഒരു 21 ദിവസം ചെയ്താൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി 10 ഇരട്ടിയായി മാറുന്നത് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയും. ഞാനത് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിൽ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ലിസ്റ്റ് ഔട്ട് ചെയ്ത സമയത്ത് എന്റെ പ്രൊഡക്ടിവിറ്റി 10 ഇരട്ടി ആയിരുന്നു. സോ ഇറ്റ്സ് എ ഫാക്ട്. ഇത് പറഞ്ഞു കൊടുത്ത് ചെയ്ത ആൾക്കാരുടെയും പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം. ഇഫ് യു ആർ റെഡി ടു ഫോളോ ദിസ്, റെഡി ആണെങ്കിൽ വീഡിയോയുടെ താഴെ ഐ ആം റെഡി അല്ലെങ്കിൽ IR എന്നൊന്ന് കമന്റ് ചെയ്യണം. ഇതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. പ്രയോറിറ്റൈസ് യുവർ ടാസ്ക്. 3, കമ്മിറ്റ് ടു കണ്ടിന്യൂസ് ലേണിംഗ്. നമുക്ക് വരുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താ? നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞു, പ്ലസ് 2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതിന് ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ ശേഷം എനിക്കെല്ലാം അറിയാം, ഇനി പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. ഈ ഒരു മനോഭാവത്തിലാണ് 90% ആളുകൾ നടക്കുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു പരാജയ കാരണവും. കാരണം കാലഘട്ടം മാറുന്ന സെക്കൻഡുകളിലാണ്. ഭീകരമായ മാറ്റമാണ് നമ്മുടെ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് AI ആയിട്ടാണെങ്കിലും റോബോട്ടിക്സ് ആയിട്ടാണെങ്കിലും ഇതര രീതിയിലാണെങ്കിലും ഫാസ്റ്റ് ആയിട്ടുള്ള ചേഞ്ച് നടക്കുകയാണ്. ഈ ചേഞ്ച് ചെയ്യുന്ന ലോകത്തിൽ പണ്ടെന്നോ പഠിച്ച ചില കാര്യങ്ങളുണ്ട്, എനിക്കെല്ലാം അറിയാമെന്ന് ധരിക്കുന്നവൻ മണ്ടനാണോ അല്ലയോ? മണ്ടനാണെങ്കിൽ മണ്ടൻ എന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ അല്ല എന്ന് കമന്റ് ചെയ്യുക. തെറ്റൊന്നുമില്ല. ഇതിൽ അപ്ഡേറ്റ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും തയ്യാറാവണമെങ്കിൽ എനിക്കിനി ഒരുപാട് പഠിക്കാനുണ്ട് എന്ന തിരിച്ചറിവ് വേണം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് 1% താഴെയുള്ള കാര്യങ്ങൾ കേട്ടാ. നമുക്ക് അറിയില്ല എന്ന് അറിയുന്ന കാര്യങ്ങളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടാ. നമുക്ക് അറിയില്ല എന്ന് പോലും അറിയാത്ത കാര്യങ്ങളാണ് ഈ ലോകത്തിൽ 99%. അത്രയും കേവലം കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണ് നമ്മള്. എനിക്കൊന്നും അറിയാൻ പാടില്ലെന്നേ. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി മാത്രമാണ്. ട്രെയിനിങ്ങിലെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം, അതിനെ തുറന്ന് എനിക്കറിയില്ല.
താങ്കളും അങ്ങനെ തന്നെയാണ്. ഇത് തിരിച്ചറിഞ്ഞാൽ കൂടുതൽ പഠിക്കാൻ തയ്യാറാവും. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോപ്പ് 1% എത്തണമെങ്കിൽ, ഈ ഭൂമിയിൽ വന്നു പോയതിന്റെ എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിച്ച് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം ഓരോരുത്തരും ഇമ്പോർട്ടന്റ് ആയി ചെയ്യേണ്ട കാര്യമാണ് കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്നത്. 4 പ്രാക്ടീസ് ഡിസിപ്ലിൻ. ഏതൊരു കാര്യത്തിനും ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നത് പ്രയോജനകരമാണ്. നമുക്കറിയാം, ഒരു നല്ല ടീമാണെങ്കിൽ അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീമാണെങ്കിൽ അവർ ഡിസിപ്ലിന്റെ പാതയിൽ ധാരാളം പ്രാക്ടീസുകൾ കഴിഞ്ഞ വ്യക്തികളാണ്. നമ്മളിപ്പോ ഒരു 100 പേര് സമരം പിടിക്കാൻ പോകണം, 10 പേര് പോലീസുകാരോടെ കാണും. ഈ 10 പേര് വിചാരിച്ച 100 പേര് ഓടുന്നതിന്റെ കാരണം ഈ 100 പേര് കൃത്യമായ ഡിസിപ്ലിൻ പേരൊന്നും പ്രാക്ടീസ് ചെയ്ത ആളുകളല്ല. പക്ഷെ ഈ 10 പോലീസുകാർ അതേപോലെ കണ്ടിന്യൂസ് ഡിസിപ്ലിനിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് തന്നെ ഒരുപാട് മാറ്റം വരുത്തി ഒരു ടൂളാക്കി മാറ്റിയ വ്യക്തികളാണ്. അതേപോലെ നമ്മൾ ഡിസിപ്ലിന്റെ പാത്തിൽ നമ്മളെ ഒരു പുതിയ ടൂളാക്കി മാറ്റണം. നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഈ ലോകത്തിൽ ഗുണകരമായ കാര്യങ്ങൾ അത് ചെയ്യാനുള്ള മനോഹരമായ ഒരു ടൂളാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻ അനിവാര്യം. ഇറ്റ്സ് വെരി മസ്റ്റ് ഫോർ യുവർ സക്സസ്. ദെൻ 5ാമത് സ്റ്റേ ഓർഗനൈസ്ഡ് എന്നുള്ളതാണ്. ഇപ്പോ ഈ വീഡിയോ എടുക്കാൻ ഞാൻ തുടങ്ങിയ സമയത്ത് ക്യാമറ ഇരിക്കുന്ന എന്റെ വീട്ടിലും ബാറ്ററി ഇരിക്കുന്ന മറ്റെവിടെയെങ്കിലും ഇതിന് റെക്കോർഡർ ഇരിക്കുന്ന മറ്റേതൊരു സ്ഥലത്താണെങ്കിൽ എനിക്ക് ഈ വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ വന്നാലും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ടൂൾസ് ഇല്ല. അപ്പൊ നമ്മൾ കൃത്യമായി ഓർഗനൈസ് ചെയ്ത എല്ലാ സാധനങ്ങളും കൃത്യമായി അവൈലബിൾ ആയ രീതിയിൽ വച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പെട്ടെന്ന് കഴിയും. പലപ്പോഴും ഈ സാധനങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ 1 2 കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടോ അത് മിസ്പ്ലേസ്ഡ് ആവുന്നതുകൊണ്ടാണ് പലതും ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ട് എന്താണോ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല, എവിടെയാണോ നമുക്ക് നന്നായി കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഒരു ചെക്ക് ലിസ്റ്റ്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് കൃത്യമായ ലിസ്റ്റ് വേണം. ആ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ കറക്റ്റായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറായാൽ എപ്പോഴാണോ നിങ്ങൾക്ക് അടിക്കേണ്ട സമയത്ത് ആ പെർട്ടിക്കുലർ വർക്ക് നന്നായി തന്നെ ചെയ്യാൻ കഴിയുന്നുള്ളതും ഉറപ്പാണ്. അതുകൊണ്ട് ഓർഗനൈസ്ഡ് വേയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നുള്ളത് ടോപ്പ് 1% എത്താനുള്ള അടുത്തൊരു സീക്രട്ട് ആണ്. ദെൻ മാനേജ് ടൈം എഫക്റ്റീവ്ലി. നമ്മുടെ സമയം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും എല്ലാ വ്യക്തികൾക്കും ഇവിടെ കിട്ടുന്ന സമയം 24 മണിക്കൂറാണ്. അച്ചീവ് ചെയ്യുന്ന ആൾക്കാർക്ക് 30 മണിക്കൂറും അല്ലാത്തവർക്ക് 5 മണിക്കൂറും അല്ല. എല്ലാവർക്കും ഒരേപോലെ ഇവിടെ കിട്ടണ ഒരേ ഒരു കാര്യമുള്ളൂ, അത് 24 മണിക്കൂറാണ്, സമയമാണ്. ഈ സമയം എന്ന് പറയുന്ന സാധനത്തെ കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയുക വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് സമയത്തെക്കാൾ മുൻപോട്ട് പോകാൻ കഴിയണമെങ്കിൽ, കാലഭൈരവനാണെങ്കിൽ, കാലത്തെ ഭരിക്കുന്നവനാവണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്പീഡ് കൂട്ടുക, പ്രൊഡക്ടിവിറ്റി കൂട്ടുക, സ്കില്ല് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് മാറ്റം നമ്മളെ വരുത്താൻ പറ്റൂ. സമയത്ത് 24 കൂട്ടാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മളെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാക്കി മാറ്റാൻ കഴിയും. അതിനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ടൈമിനെ മാനേജ് ചെയ്യാൻ കൂടി കൃത്യമായി പഠിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക. അതേപോലെ ഓർഗനൈസ്ഡ് വേ കാര്യങ്ങൾ ചെയ്തൊക്കെ ടൈം മാനേജ്മെന്റിന്റെ പല രീതിയിലുള്ള ആസ്പെക്ട്സ് ആണ്. വി മസ്റ്റ് ഡു ദാറ്റ്. 7 സീക്ക് ഫീഡ്ബാക്ക്. നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് നമ്മളെ വീക്ഷിക്കാൻ കഴിയണമെന്നില്ല. നമ്മൾ വീക്ഷിക്കണം കേട്ടോ. എന്നിരുന്നാലും വീക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ അല്ലെങ്കിൽ കഴിയുന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയോട് ചോദിക്കണം, ഞാൻ ചെയ്യുന്നത് എങ്ങനെയുണ്ട്, അതിൽ എവിടേക്കാണ് ഇംപ്രൂവൈസ് ചെയ്യേണ്ടത്. പ്രധാനപ്പെട്ട കാര്യം, ഡിസ്ട്രക്റ്റീവായ ക്രിറ്റിസിസം തരുന്ന അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുടെ പോയി ചോദിക്കരുത്. കൺസ്ട്രക്റ്റീവ് ലെവലിൽ നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ആളുകളോട് വേണം പോയി ചോദിക്കാൻ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളോട് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് അവിടെ ഈഗോ ഇല്ലാതെ തന്നെ താൻ കറക്ഷൻ എടുക്കേണ്ട ഏരിയയിൽ കറക്റ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രഭവമുള്ള വ്യക്തിയായി മാറും, ഒരു എനർജറ്റിക് പേഴ്സൺ ആവും. നിങ്ങളുടെ ഓറ വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യും. ആൻഡ് യു ക്യാൻ ഡു വണ്ടേഴ്സ് ഓൺ ദിസ് പ്ലാനറ്റ്. പ്രധാനപ്പെട്ട കാര്യമാണ് സീക്കിംഗ് ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ നമ്മളെ മറ്റൊരാളുടെ കണ്ണുകളിലൂടെ കണ്ട് നമ്മളിൽ വരുത്തേണ്ട തിരുത്തൽ എന്തൊക്കെയാണ് കൃത്യമായി മനസ്സിലാക്കി അതെല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് വലിയ വിജയം നേടിയെടുക്കുന്നത്. ദെൻ 8ാമത് ബിൽഡ് മീനിങ് ഫുൾ കണക്ഷൻസ്. മഹാത്മാഗാന്ധിജി ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, താൻ ആരാന്ന് അറിയണമെങ്കിൽ തന്റെ 5 സുഹൃത്തുക്കളെ കണ്ടാൽ മതി, അവരുടെ ആകത്തുക ആയിരിക്കും താൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. ഞാൻ പറഞ്ഞത് സാധാരണക്കാരോട് ബന്ധം വേണ്ടാന്നോ, കഷ്ടപ്പെടുന്നവരോട് ബന്ധം വേണ്ടാന്നോ, ദാരിദ്ര്യത്തിലുള്ളവരോട് ബന്ധം വേണ്ടാന്നോ ഒന്നുമല്ല. എന്നാലും നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ബ്രെയിൻ ലെവൽ ടോക്ക് നടത്തുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നതും ബന്ധപ്പെടുന്നതും ചർച്ച ചെയ്യുന്നതും സ്വീകരിക്കുന്നതും ഒക്കെ ആ ലെവലുള്ള ആളുകൾ സംസാരിക്കുന്നതായിരിക്കണം. അത്തരത്തിലുള്ള കണക്ഷൻ, സത്സംഗങ്ങൾ, നല്ല കണക്ടിവിറ്റി ഇത് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം ഈ ആശയങ്ങളൊക്കെ നമുക്കുള്ളിൽ ഓരോ ബീജങ്ങളാണ് നിക്ഷേപിക്കുന്നത്. ഓരോ ആശയങ്ങളും ബീജമാണ്. അത് വളർന്ന് ഒരു കുഞ്ഞായി മാറും, ക്രിയേഷനായി മാറും, നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നായി ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നല്ല കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഒരു സപ്പോർട്ടീവ് സിസ്റ്റം എന്നുള്ള രീതിയിൽ നല്ല കണക്ഷൻസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് തിങ് ടു ബിക്കം ടോപ്പ് 1% on this planet. And 9ാമത് ചെയ്യേണ്ട കാര്യം സ്റ്റേ അഡാപ്റ്റബിൾ എന്നുള്ളതാണ്. അതായത് മൊബൈൽ ഫോണിലാണ് നിങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അത് അവിടെ നിന്ന് മാക്ബുക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറാവണം. ഇനി മാക്ബുക്കിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നതെങ്കിൽ അതിലും മിടുക്കനായ ഒരു സോഫ്റ്റ്വെയർ വന്നാൽ ആ സോഫ്റ്റ്വെയർ പഠിക്കാൻ തയ്യാറാവണം. അതേപോലെ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ തന്നെ അപ്ഡേഷൻസും അപ്ഗ്രഡേഷൻസും കൊണ്ടുവരാൻ തയ്യാറാണ്. അഡാപ്റ്റ് ചെയ്യണം, പെട്ടെന്ന് ഇവിടുന്ന് മാറണം.
കാലഘട്ടം ടപടപട എന്ന് മാറുമ്പോൾ നമ്മൾ അതിന് സ്പീഡിൽ തന്നെ മാറാൻ തയ്യാറാണ്. ഈ അഡാപ്റ്റബിലിറ്റി, ഇങ്ങനെ മാറാനുള്ള മനോഭാവം അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി ടോപ്പ് 1% പ്രധാനപ്പെട്ട ലക്ഷണമാണ്. സോ ക്രിയേറ്റ് ദാറ്റ് ഹാബിറ്റ്. അഡാപ്റ്റബിൾ ആയി മാറാനായിട്ട് ഓരോ വ്യക്തികളും തയ്യാറാണ്. 10 പ്രാക്ടീസ് റെസിലിയൻസ്. ഇത് ജീവിതമാണ്. ഇവിടെ നേരെ പോകുന്ന ഒരു അവസ്ഥയില്ല. മുകളിലോട്ട് പോയാൽ താഴോട്ട് കൊണ്ടുവരും, താഴോട്ട് പോയാൽ മുകളിലോട്ട് കൊണ്ടുവരും, വീണ്ടും താഴോട്ട് കൊണ്ടുവരും. സോ താഴോട്ട് പോകുന്ന സമയങ്ങളിൽ തിരിച്ചടിച്ച് മുകളിലേക്ക് വരാനുള്ള ആ ഒരു കരുത്ത്, ആ ഒരു തന്റെ ഇടം, ആ ഒരു കറേജ് അത് ഡെവലപ്പ് ചെയ്യണം. ആ റെസിലിയൻസ് അല്ലെങ്കിൽ ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള സ്കില്ല്. ജീവിതത്തിൽ പലതരത്തിലുള്ള അടി കിട്ടിയാലും എത്ര കണ്ട് ദുരന്തം ഫേസ് ചെയ്യേണ്ടി വന്നാലും അവിടെ നിന്ന് വീണ്ടും ഒരു ഫെനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരാനുള്ള ഒരു മൈൻഡ് സെറ്റ് അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്. യു ഹാവ് ടു ബിൽഡ് ദാറ്റ്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പല ആളുകളും ഒരുപാട് കടത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ ഉള്ള ആളുകൾ കാണും. നിങ്ങൾ തീരുമാനിക്കണം, എത്ര വലിയ ദുരന്തത്തിലായിക്കോട്ടെ, എനിക്ക് ജീവിതം ഉണ്ടല്ലോ, എന്റെ ജീവൻ അവശേഷിക്കുന്നുണ്ടല്ലോ, ഞാൻ പലതും ഇവിടെ ചെയ്യും, എല്ലാം തിരിച്ചു പിടിക്കും, ശക്തമായി മുൻപോട്ട് പോകും. ആ ഒരു റെസിലിയൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. നിങ്ങളെ കാണുന്ന മറ്റുള്ള ആൾക്കാർക്ക് ഒരു പ്രകാശം കിട്ടണം, അല്ലെങ്കിൽ ഒരു എനർജി കിട്ടണം, ആ ഒരു വൈബ്രേഷൻ കിട്ടണം. അതിലൂടെ നിങ്ങളെന്ന ജന്മത്തിന് ഈ ഭൂമിയിൽ ഒരു അർത്ഥം ഉണ്ടാവുകയും വേണം. 11 മെയിൻറ്റെയിൻ വർക്ക് ലൈഫ് ബാലൻസ്. പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ വർക്ക് അങ്ങനെ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതിനോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ കാണുന്നതാണ് സിനിമ കാണണം, പാട്ട് പാടുന്നതാണ് പാട്ട് പാടണം, ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ് കളിക്കണം. എന്താണോ നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, യു ഹാവ് ടു ഡു ദാറ്റ്. കാരണം ആ ഡോപ്പമിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വർക്കിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ബാലൻസ് ചെയ്യാനായിട്ട് എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടി കുറച്ച് സമയം കണ്ടെത്തുകയും അതിനായി ചെലവഴിക്കുകയും വേണം. ഇതൊരു റിഫ്രഷ്മെന്റ് ആണ്, ഒരു റിഫ്രഷിംഗ് ആണ്. കൂടുതൽ കരുത്തമായി വർക്ക് ചെയ്യാൻ അത് നിങ്ങളെ സഹായിക്കും. ഞാൻ 12 പ്രാക്ടീസ് റെഗുലർ സെൽഫ് അസസ്മെന്റ്. ഞാൻ പറഞ്ഞു, മറ്റുള്ള ആളുകളുടെ കണ്ണിലൂടെ നിങ്ങൾ നിങ്ങളെ കണ്ടു തിരുത്തണമെന്ന്. അതേപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ഷനും നിങ്ങൾ തന്നെ മാറി നിന്ന് കാണണം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഈ ക്യാമറ നോക്കി സംസാരിക്കുകയാണ്, നിങ്ങളാണ് അവിടെ എന്ന ധാരണയിലാണ് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങളോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളോടാണ് സംസാരിക്കുന്നത് തോന്നുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ക്യാമറയോടാണ് സംസാരിക്കുന്നത് അങ്ങനെ തോന്നുന്നതെന്നും കമന്റ് ചെയ്യണം. അപ്പോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നവീൻ എന്ന ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ തന്നെ മാറി നിന്ന് കാണുകയാണ്. അതിലെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, അതിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് അനലൈസ് ചെയ്യുകയാണ്. അറ്റ് ദ സെയിം ടൈം ഈ വീഡിയോ ഇതിനുശേഷം കാണുന്ന സമയത്തും ഞാൻ നോക്കും എന്തൊക്കെയാണ് ഞാൻ വരുത്തിയ കുഴപ്പങ്ങൾ, എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ, അങ്ങനെ സെൽഫ് അസസ് ചെയ്ത് പോവുക. എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസും മാറി നിന്ന് വീക്ഷിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് കൂടി ഉണ്ടാക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ 12 കാര്യങ്ങൾ ഞാൻ റീക്യാപ്പ് ചെയ്യാം. നമ്പർ 1, സെറ്റ് ക്ലിയർ ഗോൾസ്. കൃത്യമായ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക. എ മാൻ വിത്തൗട്ട് എ ഗോൾ ഇസ് ലൈക്ക് എ ഷിപ്പ് വിത്തൗട്ട് എ ഡെസ്റ്റിനേഷൻ. കൃത്യമായ ലക്ഷ്യമില്ലാത്തൊരു മനുഷ്യൻ എവിടെ എത്തണം അറിയാണ്ട് പോകുന്ന ഒരു കപ്പൽ പോലെ എവിടെ എത്തൂല. കൃത്യമായ ഒരു കര കണ്ടു വേണം നമ്മൾ തുടങ്ങാൻ. നമ്പർ 2, പ്രയോറിറ്റൈസ് ടാസ്ക്. നിങ്ങൾ ചെയ്യുന്ന ടാസ്കുകൾ 1, 2, 3 പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യാൻ തയ്യാറാവും. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. നമ്പർ 3, കമ്മിറ്റ് ടു കണ്ടിന്യൂസ് ലേണിംഗ്. തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു മനോഭാവം. എനിക്കൊന്നും അറിയില്ല, ഇനി പഠിക്കാൻ തയ്യാറാണ്. ആ മൈൻഡ് സെറ്റ് എപ്പോഴും ഓപ്പൺ ആയ ഒരു പേഴ്സണാലിറ്റി ആയി മാറുക. നമ്പർ 4, പ്രാക്ടീസ് ഡിസിപ്ലിൻ. അച്ചടക്കത്തോടെ കാര്യങ്ങൾ ചെയ്യുക. നമ്പർ 5, സ്റ്റേ ഓർഗനൈസ്ഡ്. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ വേണ്ടത് അത് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് വെക്കുന്ന ആ ഒരു ഓർഗനൈസ്ഡ് ആവുന്ന ആ ഒരു രീതിയിലേക്ക് മാറാൻ തയ്യാറാവുക. നമ്പർ 6, മാനേജ് ടൈം എഫക്റ്റീവ്ലി. സമയം നമുക്കെല്ലാം ഒരുപോലെയാണ്, അതിന് ഏറ്റവും മനോഹരമായ രീതിയിൽ മാനേജ് ചെയ്യാൻ പഠിക്കുക. നമ്പർ 7, സീക്ക് ഫീഡ്ബാക്ക്. മറ്റുള്ള ആളുകളിൽ നിന്നും കൺസ്ട്രക്റ്റീവായി ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളിൽ നിന്നും ക്രിറ്റിസിസം എടുക്കുക, അവിടെ വേണ്ട തിരുത്തലുകൾ വരുത്തി കൂടുതൽ മിടുക്കനായ കൂടുതൽ മനോഹരമായ ഒരു പ്രവർത്തനത്തിലേക്ക് ഓരോ വ്യക്തികളും കടക്കുക. നമ്പർ 7, മേക്ക് ബ്യൂട്ടിഫുൾ മീനിങ്ഫുൾ കണക്ഷൻസ്. നമുക്ക് ശാരീരികമായോ മാനസികമായോ ആത്മീയമായോ ഏതെങ്കിലുമൊക്കെ തലത്തില് ഭൗതികമായോ ഈ തലങ്ങളിൽ നമുക്കൊരു നെക്സ്റ്റ് ലെവൽ ബെറ്റർ ലെവലിലേക്ക് പോകാൻ സഹായിക്കുന്ന കണക്ഷൻസ് ഉണ്ടാക്കുക. സ്റ്റേ അഡാപ്റ്റബിൾ. മാറ്റത്തിനനുസരിച്ച് മാറാൻ തയ്യാറാവുക. മാറ്റത്തിന്റെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന് പോകാതിരിക്കുക. പ്രാക്ടീസ് റെസിലിയൻസ്. എത്ര കണ്ട് താഴെ പോയാലും തിരിച്ചു വരാനുള്ള ചങ്കൂറ്റം അല്ലെങ്കിൽ തന്റെ ഇടം സ്വയം ബിൽഡ് ചെയ്തെടുക്കുക. 11, മെയിൻറ്റെയിൻ വർക്ക് ലൈഫ് ബാലൻസ്. നിങ്ങൾ പണിയെടുക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് കൂടി വേണ്ടി കുറച്ച് സമയം, ചെടി നടന്നതാണ് ചെടി നട്, അല്ല ഗാർഡൻ ഉണ്ടാക്കുന്നതാണ് ഗാർഡൻ ഉണ്ടാക്കുക, ഡാൻസ് കളിക്കുന്ന ഡാൻസ് കളിക്കുക, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാൻ. 12, പ്രാക്ടീസ് റെഗുലർ സെൽഫ് അസസ്മെന്റ്. അവനവനെ തന്നെ അസസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് കൂടി ഉണ്ടാക്കുക. ഈ 12 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്കുള്ളിലെ നിങ്ങളെ കുറച്ചുകൂടി മികച്ച ഒരു വ്യക്തിയാക്കി മാറ്റാനും ആ ഹാബിറ്റ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിത്തരാനും നിങ്ങളുടെ ഡെസ്റ്റിനേഷനെ തന്നെ തിരുത്തി ഈ ലോകത്തിന് ഗുണകരമായ ഒരു മനുഷ്യനായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, പ്ലേ സ്റ്റോറിൽ കയറി നവീൻ ഇൻസ്പയർസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്. മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് എന്നാണ് ആ വർക്ക്ഷോപ്പിന്റെ പേര്. കൃത്യമായി ഗോൾ സെറ്റ് ചെയ്യാനും വിഷൻ ബോർഡ് ഉൾപ്പെടെ സെറ്റ് ചെയ്ത് ഗോളുമായി ബന്ധപ്പെട്ട മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് ഗോളിന് വേണ്ട ഫെർട്ടിലൈസർ എന്തൊക്കെയാണ് മനസ്സിലാക്കി ഇത്തരത്തിൽ പോകാൻ സഹായിക്കുന്ന വർക്ക്ഷോപ്പ് നിങ്ങളെ സഹായിക്കുന്നുള്ളത് തീർച്ചയാണ്. 2025 നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനായി തന്നെ സഹായിക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. സോ ഡൗൺലോഡ് ദാറ്റ്,
purchase that and do the workshop. Anyway, ഈ 12 കാര്യങ്ങൾ എഴുതി വെക്കുക, പ്രാക്ടീസ് ചെയ്യുക, വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിയട്ടെന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. Thank you very much for watching this video. Wishing you all the best. NK signing off.